ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 8-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉടൻ തന്നെ വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരു ഒറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യ പേപ്പറുകളും അതേപോലെ ന്യൂ SCRT പാഠഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എല്ലാ PSC എക്സാമുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് SCRT പാഠഭാഗങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസിയായി പഠിക്കാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി ഈ ഒരു SCRT ബേസ്ഡ് ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറിവിടം ബുക്കുകൾ ഇപ്പോൾ SCRTയുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അറിവിടം ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് സയൻസിന്റെ ബുക്കാണ്, അതേപോലെ ഇതെന്താണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ബുക്കാണ്. അപ്പോൾ ഈ രണ്ട് ബുക്കും അതേപോലെ ഇതിന്റെ സെക്കൻഡ് പാർട്ടുകളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കരസ്ഥമാക്കേണ്ട മസ്റ്റ് ബൈ ബുക്കുകളാണിത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ട ബുക്കുകളാണ്. ഇതിൽ ടീച്ചേഴ്സ് ടെക്സ്റ്റും അതേപോലെ ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാങ്ക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകം മാത്രമല്ല, നിങ്ങളാണെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു പാഠപുസ്തകം മാത്രം വാങ്ങിച്ച് വെച്ച് പഠിക്കുന്നവരുണ്ടാകും. പക്ഷേ ആ ഒരു പാഠഭാഗം മാത്രമല്ല നമുക്കിതിൽ പഠിക്കാനുള്ളത്. ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ആ ടെക്സ്റ്റിലുള്ള ഫാക്ട്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം, സമഗ്ര സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലേണിംഗ് റൂം ഉണ്ട്, അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളും പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്, സയൻസും ഉണ്ട്, അതേപോലെ സോഷ്യൽ സയൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് 1ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 5, 7, 9 ക്ലാസ്സുകളിലെയാണ്. ഇനി പാർട്ട് 2ൽ അതേപോലെ ബാക്കി ക്ലാസ്സുകളുടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്വന്തമാക്കാൻ ഒന്നെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് സ്റ്റോളുകൾ വഴിയിട്ടോ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓഫർ പ്രൈസോട് കൂടി തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇവിടെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ബുക്കാണ് വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രം മതി. ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2025 നവംബറിൽ വെർജീനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരെന്നാണ്. ഓർത്തുവെക്കുക, ഗസാല ഹാഷ്മിയാണ്. ആരാണ്? ഗസാല ഹാഷ്മിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായിട്ടുള്ളത്. ഓർത്തുവെക്കുക, എവിടത്തെയാണ്? നമ്മുടെ US അമേരിക്കയിലെ എന്താണ് വെർജീനിയയിലെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ വംശജയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഹൈദരാബാദിലാണ് എന്താണ് ഗസാലയുടെ ഇന്ത്യൻ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് എപ്പോഴാണ് നിയമിതയായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇന്ത്യൻ വംശജയായതുകൊണ്ട് PSCക്ക് ചോദിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗസാല ഹാഷ്മിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ്? വെർജീനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് മാനാഞ്ചിറ പാർക്കിൽ മിയാവാക്കി മാതൃകയിൽ സൂക്ഷ്മ വനം ഒരുങ്ങുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എവിടെയാണെന്ന് ഓർത്തു വെക്കുക, കോഴിക്കോടുള്ള മാനാഞ്ചിറയിലാണ്. അവിടെയുള്ള ഒരു പാർക്കിലാണ് എന്താണ് മിയാവാക്കി മാതൃകയിൽ ഒരു വനം ഒരുങ്ങുന്നത്. എന്താണ് ഈ ഒരു മിയാവാക്കി മാതൃക എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലേ, ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്താണ് കാട് രൂപീകൃതമാകുന്നതിന് എന്താണ് 100 മുതൽ 150 വർഷങ്ങൾ വരെ കാലം എടുക്കേണ്ട, ഒരു കാലതാമസം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. സാധാരണയായിട്ട് അത്രയും സമയം എടുക്കും. എന്നാൽ അതിന് കൂടുതൽ കരുതലൊക്കെ നൽകി, കൂടുതൽ പരിപാലനമൊക്കെ നൽകി ആ ഒരു കാലയളവ് കുറച്ചുകൊണ്ട് വളരെ ചെറിയ കാലയളവിൽ തന്നെ ഒരു വനം രൂപീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മിയാവാക്കി മാതൃകയിൽ വനം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ വനം സൃഷ്ടിക്കാനായിട്ടാണ് എവിടെ ഒരുങ്ങുന്നത്? മാനാഞ്ചിറയിലെ ഒരു പാർക്ക് ഒരുങ്ങുന്നത്. 1 സെന്റ് സ്ഥലത്ത് 70ഓളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വനം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വനം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള നഗരത്തിലെ കാർബൺ രഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു നഗരം കാർബൺ രഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഒരു വനം രൂപീകരിക്കുന്നത്. എവിടെയാണ് രൂപീകൃതമാകുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മാനാഞ്ചിറയിലാണ്, കോഴിക്കോടുള്ള മാനാഞ്ചിറയിലാണ് ഇത് രൂപീകൃതമാകുന്നത്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ്. ഓർത്തു വെക്കാം, പാലക്കാടാണ് നടക്കുന്നത്. എവിടെയാണ്? പാലക്കാടാണ് 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. 2025-26 അധ്യയന വർഷത്തിലെ എന്താണ് ഈ ഒരു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവമാണ് പാലക്കാട് വെച്ച് നടക്കുന്നത്. ഇനി കായികോത്സവം നടന്നത് എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ? കായികമേള അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു സംസ്ഥാന കായികമേള നടന്നത് എവിടെയാണ്?
നമ്മൾ പലതവണ പഠിച്ചതാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. 2025 അത് നടന്നത് എവിടെ വെച്ചാണെന്ന് ഓർത്ത് വെക്കുക, തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് എവിടെയായിരിക്കുമെന്ന്. എന്താണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് എവിടെയായിരിക്കും? അത് നടക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ വെച്ചിട്ടാണ് എന്താണ് സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നത്. 2026 ജനുവരിയിലാണ് ഈ ഒരു സ്കൂൾ കലോത്സവം, അതായത് 64ാമത്, ഇനി നടക്കാൻ പോകുന്നത് 64ാമത് സ്കൂൾ കലോത്സവമാണ്. അത് നടക്കുന്നത് എവിടെ വെച്ചാണ്? തൃശ്ശൂരിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കായികമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗ്യചിഹ്നം നമുക്കറിയാം, എന്താണ് തങ്കു എന്നുള്ള മുയലാണ്. ഇനി ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സഞ്ജു സാംസൺ ആണ്. അതേപോലെ ഗുഡ്വിൽ അംബാസിഡർ വന്നിട്ടുള്ളത് കീർത്തി സുരേഷ് ആയിരുന്നു. അതൊക്കെ നമ്മൾ പലതവണ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു വേദി കൂടി നമ്മൾ പഠിച്ചു വെക്കുക. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ്? പാലക്കാടാണ്. അതേപോലെ 64ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരിൽ വെച്ചാണ്. ഇനി ഒരു ശാസ്ത്ര സംവേദ പരിപാടിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കുസാറ്റ് ശാസ്ത്ര സമൂഹ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സംവേദ പരിപാടി ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം എന്നുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടന എന്താണ് ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ശാസ്ത്ര സംവേദ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇനി ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കുസാറ്റ് ആണല്ലേ. കുസാറ്റിലെ ശാസ്ത്ര സമൂഹ കേന്ദ്രമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ പേര് ഓർത്തു വെക്കുക, ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടം സയൻസിന്റെയും അതേപോലെ മറ്റു സാങ്കേതിക വിദ്യയുടെയും മേന്മകളെ ലോകമെമ്പാടും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിക്കുന്നത്. അടുത്തത് ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, ഛത്തീസ്ഗഡിലാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് സ്ഥാപിതമായത്? എന്താണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഡിജിറ്റൽ ഗോത്ര മ്യൂസിയമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഛത്തീസ്ഗഡിലാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത് ഷഹീർ വീർ നാരായൺ സിംഗ് സ്മാരകവും അതേപോലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയവുമാണ് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം, ഡിജിറ്റൽ ട്രൈബൽ മ്യൂസിയം നിലവിൽ വരുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഓർത്തു വെക്കുക. എവിടെയാണ് നിലവിൽ വന്നിരിക്കുന്നത്? ഛത്തീസ്ഗഡിലാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് 2025 ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാമത് വർഷം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, 2025 നമ്മുടെ ദേശീയ ഗീതം, നമുക്കറിയാമല്ലേ നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. അപ്പോൾ അതിന്റെ 150ാമത് വർഷം 150ാമത് വാർഷികം അല്ലെങ്കിൽ 150ാമത് വർഷം ആഘോഷിക്കുകയാണ്. ആരാണ് വന്ദേ മാതരം എഴുതിയത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. PSC പഠിക്കുന്നവർ ഉറപ്പായും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിരവധി തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ വന്ദേ മാതരം എന്നുള്ള ഈ ഒരു ഗാനം, ഈ ഒരു ഗീതം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം, ഏത് രചനയിലാണ്? ആനന്ദമഠം എന്നുള്ള നോവലിലൂടെയാണ് ഈ ഒരു വന്ദേ മാതരം എന്നുള്ള ഈ ഒരു ഗീതം എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹം എഴുതിയ ഭാഷ ഏതാണെന്ന് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഏത് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്നുള്ള രചനയിലൂടെ ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഏത് വർഷമാണ് എഴുതിയത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. എന്നാണ് എഴുതിയിട്ടുള്ളത്? സാധാരണ നമുക്ക് അറിയാൻ പാടില്ലാത്തതാണ്. 1875 നവംബർ 7 അദ്ദേഹം ഇത് എഴുതിയതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് 2025 150ാമത് വാർഷികം ആഘോഷിക്കുന്നത്. അപ്പോൾ 1875 നവംബറിലാണ് അദ്ദേഹം ഈ ഒരു രചന എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ, ഓർത്തു വെക്കുക എപ്പോഴാണ്? കൊൽക്കത്തയിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായിട്ട് ഈ ഒരു ഗാനം, ഈ ഒരു ഗീതം ആലപിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതും നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. ഏത് സമ്മേളനത്തിലാണ്? കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1896 അവിടെ വെച്ചിട്ടാണ് ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു ഗീതം ആലപിച്ചത്. അത് കഴിഞ്ഞിട്ട് 1950
1950 എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി എന്താണ് ഈ ഒരു ഗാനം എന്താ നമ്മുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ഗാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ദേ മാതരമാണ് എന്നാണ് രചിച്ചത്? 1875 രചിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. ആനന്ദമഠം എന്നുള്ള രചനയിലൂടെ ബംഗാളി ഭാഷയിലാണ്. 2025 180ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രഖ്യാപനമാണ്. അറസ്റ്റിനുള്ള കാരണങ്ങൾ പോലീസ് എഴുതി നൽകണമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതി ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എന്താണ്? അറസ്റ്റിനുള്ള കാരണങ്ങൾ പോലീസ് എഴുതി നൽകണം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലേ, ഇതേപോലെ PSCക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. എന്താണ്? ഇതേപോലെ എന്തെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയുവാനുള്ള അവകാശം അയാൾക്കുണ്ട് എന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 ആർട്ടിക്കിൾ ഓർത്തു വെക്കുക. ആർട്ടിക്കിൾ 22 ക്ലോസ് 1 നമ്മൾ ആ കാര്യം പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? അറസ്റ്റിനുള്ള കാരണങ്ങൾ പോലീസ് എഴുതി നൽകണമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ സുപ്രീം കോടതിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി നാഗാലാൻഡുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും വൃദ്ധസദനം സ്ഥാപിക്കാനുള്ള പദ്ധതികൾ അടുത്തിടെ ആവിഷ്കരിച്ച സംസ്ഥാനം ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, നാഗാലാൻഡാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്താണ്? നാഗാലാൻഡിലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എന്താണ്? വൃദ്ധസദനം സജ്ജമാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നാഗാലാൻഡിലാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ്? മാലിദ്വീപാണ്. ഏത് രാജ്യത്താണ്? മാലിദ്വീപിലാണ് എന്താണ്? പുകയില നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. 2007 ഓർത്തു വെക്കുക, 2007 ജനുവരിയിൽ ജനിച്ചവരോ അതിനുശേഷം ജനിച്ചവർക്കോ ആണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്? പുകയില നിരോധനമാണ്. 2007 ജനുവരി ജനിച്ചവർക്കോ അല്ലെങ്കിൽ അതിനുശേഷം ജനിച്ചവർക്കാണ് ഈ ഒരു നിരോധനം എന്താണ് ബാധകമായിട്ടുള്ളത്. അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഉപയോഗിക്കാനോ ഉള്ള അവകാശം അവർക്കില്ല. അത് വിലക്കിയിരിക്കുകയാണ്. ഇനി ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2007 ജനുവരി അത് കഴിഞ്ഞിട്ടും ജനുവരിയിലും അതേപോലെ അത് കഴിഞ്ഞിട്ടും ജനിച്ചവർക്കാണ് ഈ ഒരു നിരോധനം ബാധകമായിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജനറേഷനെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഒരു ജനറേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ജനറേഷന് പുകവലി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രാജ്യമാണ് മാലിദ്വീപ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതായത് ഒരു പർട്ടിക്കുലർ ജനറേഷൻ മുതൽ എന്നുള്ള കാര്യം അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പുകവലി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് മാലിദ്വീപ്. അപ്പോൾ അടുത്തിടെ പുകവലി നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. 2007 ജനുവരിയിലും അതേപോലെ അതിനുശേഷവും ജനിച്ചവർക്കാണ് ഈ ഒരു നിരോധനം ബാധകമാവുന്നത്. ഉടൻ വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ പുതിയ SCRT NCRT പാഠഭാഗങ്ങളും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 നവംബറിൽ വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരെന്നാണ്? ഗസാല ഹാഷ്മിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ്? ഹൈദരാബാദിലാണ് സ്വദേശം എന്നുള്ള കാര്യം, ഇന്ത്യയിൽ ഹൈദരാബാദിലാണ് സ്വദേശം എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വനം ഒരുങ്ങുന്ന കാര്യമാണ്. മാനാഞ്ചിറ പാർക്കിൽ എന്താണ്? മിയാവാക്കി മാതൃകയിലാണ് ഒരു വനം ഒരുങ്ങുന്നത്. അപ്പോൾ നഗരത്തിലെ കാർബൺ എന്താണ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വനം സൃഷ്ടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ്? പാലക്കാടാണ്. ശാസ്ത്രോത്സവത്തിന്റെ 2025 ഈ ഒരു ശാസ്ത്രോത്സവത്തിന്റെ വേദിയായിട്ട് വരുന്നത്. ഇനി കായികമേള നടന്നത് എവിടെയെന്ന് നമ്മൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ഇനി 64ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഐക്യരാഷ്ട്ര സംഘടന ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കുസാറ്റ് ശാസ്ത്ര സമൂഹ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സംവാദ പരിപാടി ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം എന്നുള്ള ഒരു പരിപാടിയാണ് നടത്തപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു? ഈ ഒരു ക്വാണ്ടം സയൻസിന്റെയും അതേപോലെ സാങ്കേതിക വിദ്യകളുടെയും മേന്മകൾ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് 2025 ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 180ാം വർഷം ആഘോഷിക്കുകയാണ്. അപ്പോൾ 1875 ഈ ഒരു ഗാനം, ഈ ഒരു ഗീതം രചിക്കപ്പെട്ടത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചിട്ടുള്ളത്.
ആനന്ദമഠം എന്നുള്ള രചനയിലൂടെ ബംഗാളി ഭാഷയിലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 1896 എന്താണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു ഗാനം ആലപിക്കുന്നത്. അതിനുശേഷം 1950 നമ്മുടെ ദേശീയ ഭരണഘടനാ അസംബ്ലി ഈ ഒരു ഗാനം നമ്മുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതായത് ഈ ഒരു ഗാനം രചിക്കപ്പെട്ടതിൻ്റെ 150ാം വാർഷികം ആഘോഷിക്കുന്നത് 2025 അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു സുപ്രീം കോടതി പ്രഖ്യാപനമായിരുന്നു. അറസ്റ്റിനുള്ള കാരണങ്ങൾ പോലീസ് എഴുതി നൽകണം എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചത് സുപ്രീം കോടതിയാണ്. ശേഷം നമ്മൾ നോക്കിയത് എല്ലാ ജില്ലകളിലും വൃദ്ധസദനം സ്ഥാപിക്കാനുള്ള പദ്ധതികൾ അടുത്തിടെ ആവിഷ്കരിച്ച സംസ്ഥാനം ഏതെന്നാണ്. നാഗാലാൻഡാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ്. മാലിദ്വീപാണ്. 2007 ജനുവരിയിലോ അതിനുശേഷമോ ജനിച്ചവർക്കാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഉപയോഗിക്കാനുള്ള അവകാശത്തെയാണ് വിലക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് പുകയില നിരോധനത്തിനാണ് ഇത്തരത്തിലൊരു ജനറേഷണൽ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യവും ഏത് തന്നെയാണ്. മാലിദ്വീപാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായിട്ടുള്ള കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ്. ഓപ്ഷൻ എ അലക്സാണ്ടർ തോമസ്, ഓപ്ഷൻ ബി സി എൻ രാമചന്ദ്രൻ നായർ, ഓപ്ഷൻ സി സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ഓപ്ഷൻ ഡി ജി രതികുമാർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് ടീമെന്നാണ്. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഉസ്ബെക്കിസ്ഥാൻ, ഓപ്ഷൻ സി കസാക്കിസ്ഥാൻ, ഓപ്ഷൻ ഡി ഇന്ത്യ. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2025 നവംബറിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് ആരെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. സഞ്ജയ് ഗാർഗാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതലയേറ്റിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ് ഏതെന്നാണ്. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഗോഗാബിൽ തടാകമാണ് ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ്. ഏത് സ്റ്റേറ്റിലാണ്? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും എന്നാണ് 2025 സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള റാംസർ സൈറ്റുകളായിരുന്നു. അതുകൂടി നോട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.